ഹായ് ഫ്രണ്ട്സ്, ഫുഡിലായിട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐറ്റം ബീഫ് ഗ്രിൽ സാൻഡ്വിച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ അടിപൊളി വലിയ പീസ് ബീഫിൻ്റെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇത് വെച്ച് ചെയ്യാം. നമ്മൾ കുറച്ച് ഉപ്പ് തേക്കുന്നതിന് നമ്മളിതിൻ്റെ നെയ് പീസെല്ലാം ചെറുതായിട്ട് ചെത്തിക്കളയണം. നെയ്യുടെ അധികം ആവശ്യമില്ല. നമ്മളിത് രണ്ടായിട്ട് കട്ട് ചെയ്തു, നല്ല അടിപൊളിയാക്കി. പിന്നെ നമ്മളിത് നന്നായിട്ട് ഗ്രില്ലാക്കിയ ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്ത് സ്ലൈസാക്കി നമ്മൾ സാൻഡ്വിച്ചിലായിട്ട് ചേർക്കാൻ പോകണം. പിന്നെ സ്പെഷ്യൽ ഒരു സോസും അതിൻ്റെ ചേർത്ത് നമ്മൾ അടിപൊളിയായിട്ട് കളറായിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ഇതിൻ്റെ വേസ്റ്റ് ഭാഗങ്ങളുണ്ട്, അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയണം. ബ്ലഡ് കട്ട പിടിച്ച് കിടക്കുന്നതാണ്, അതെല്ലാം എടുത്ത് കളയണം. ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യണം. ഇനി നമുക്ക് വാഷിങ്ങിലായിട്ട് തിരിയാം. ബീഫ് നല്ല വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യാൻ പോവാണ്. ഇത് നമ്മുടെ ഒരു ചേട്ടൻ്റെ റിസോർട്ടാണ്. പണി പൂർത്തിയാവുന്നുള്ളൂ. ഇവിടെ ഉള്ള സൗകര്യം വെച്ച് നമ്മൾ ഒരു വീഡിയോ എടുക്കുവാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് മൊത്തത്തിൽ. നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കണം. ബ്ലഡൊക്കെ ഫുള്ള് പോകണം. സൂചി പീസായതുകൊണ്ട് നല്ലതായിട്ട് ഞെക്കി പിഴിയണം. അടിപൊളിയായിട്ട് ഞെക്കി പിഴിയണം. ഓക്കെ, നമ്മൾ ബീഫ് നല്ല കഴുകി വൃത്തിയാക്കി സൂപ്പറായിട്ട് വൃത്തിയാക്കണം. ഇനി നല്ല മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചാലാണ് നമ്മുടെ സാൻഡ്വിച്ചിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ മസാല വറ്റാനായിട്ട് പോവാം. നമ്മൾ ബീഫിലായിട്ട് മസാല വരട്ടാൻ പോവാണ്. നമ്മൾ പ്ലേറ്റിലായിട്ട് ഓൾറെഡി മസാല എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നമ്മൾ ഹോം മെയ്ഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കാശ്മീരി ചില്ലി, മീറ്റ് മസാല, ഗരം മസാല, ബട്ടർ, നാരങ്ങ, ഉപ്പ് ചേർത്താണ് നമ്മളിത് ഉണ്ടാക്കണേ. പിന്നെ നമ്മൾ ലാസ്റ്റ് കുറച്ച് പെപ്പറും കൂടി ആഡ് ചെയ്ത് നല്ല കളറാക്കി അടിപൊളി ബീഫ് ഗ്രില്ല് ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, ബീഫിലായിട്ട് നല്ല ഹോളിട്ട് കൊടുത്താലാണ് ബീഫിൻ്റെ ഉള്ളിലായിട്ട് നല്ല മസാല ചേർക്കണം. ഇനി നമുക്ക് മസാല മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് വരട്ടാൻ പോകുന്നത്. നമ്മൾ ആദ്യമേ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പിടുക. നാരങ്ങ നീര് ഒഴിക്കണം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാൻ പോവാണ്. വാഗമണിലെ തണുപ്പ് കാരണം ബട്ടറൊക്കെ ടൈറ്റായിട്ടിരിക്കണം. നല്ല ക്ലൈമറ്റാണ് വാഗമണിൽ. എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ് വാഗമണിൽ. സൂപ്പർ ക്ലൈമറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ചേട്ടൻപുള്ളിയുടെ സ്ഥലമാണ്. അടിപൊളി സൂപ്പർ റിസോർട്ടാണ്. പണി പൂർത്തിയാക്കി വെച്ചിട്ട് എല്ലാവർക്കും അഡ്രസ്സ് വരുന്നതായിരിക്കും. അടിപൊളിയായിട്ട് മസാല മിക്സ് ചെയ്ത് എല്ലാം നമ്മൾ മിക്സ് ചെയ്തു. നമ്മൾ ബീഫിലായിട്ട് തൊള്ളയിട്ട് കൊടുക്കണം. മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് മസാല തൂക്കണം. അടിപൊളിയായിട്ട് തേച്ച് പിടിക്കണം. എല്ലാവരും വീട്ടിൽ പരീക്ഷിക്കേണ്ടതാണ് ഈ ഐറ്റം. സൂപ്പർ ഐറ്റമാണ്. ഹോളിയിട്ട് നന്നായിട്ട് മസാല കയറ്റി കൊടുക്കണം. ഇതാണ് ഇറച്ചിലായിട്ട് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഓക്കെ, മസാല അടിപൊളിയായിട്ടുണ്ട്. നാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ നീരും കൂടി നന്നായിട്ട് പിടിപ്പിക്കണം. എന്നാലാണ് നല്ല ഇറച്ചി നല്ല സോഫ്റ്റായിട്ടും ഇറച്ചിയിലായിട്ട് പെട്ടെന്ന് മസാല പിടിപ്പിക്കാനുള്ള പരിപാടിയാണ് ആസിഡ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഓരോന്നും നമ്മൾ നൈസായിട്ട് പിടിക്കും. ഓക്കെ, നമ്മുടെ ബീഫിലായിട്ട് മസാല എല്ലാം നല്ല പരട്ടി കഴിഞ്ഞു. ഇനി നമ്മളൊരു 3 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്റ്റായിട്ടും വെക്കണം. ഇത്ര ഹ്യൂജ് പീസ് ആയതുകൊണ്ട് നന്നായിട്ട് ഉള്ളിലായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഗ്രിൽഡ് ബീഫ് സാൻഡ്വിച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ വാഗമണിൻ്റെ തണുപ്പും നല്ല പ്രകൃതി അടിപൊളിയാണ്. നമുക്ക് ഇതിനിടയ്ക്ക് സാൻഡ്വിച്ച് കഴിക്കാനൊക്കെ അടിപൊളിയായിരിക്കും. നമ്മൾ 3 മണിക്കൂർ കഴിഞ്ഞ് കാണാം. നാല് മണിക്കൂർ മാരിനേഷൻ കഴിഞ്ഞ് നമ്മൾ ബീഫ് എടുത്തു. ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് ബീഫ് എടുത്തു. ഇത് നമ്മൾ ഗ്രില്ലെല്ലാം നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. നമ്മൾ ഗ്രില്ലിലായിട്ട് കയറ്റാൻ പോവാം.
നമ്മൾ ബീഫ് മറിച്ചിടാൻ പോവാണ്. സൂക്ഷിക്കണം, അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, വളരെ നൈസായിട്ട് വേണം കട്ട് ചെയ്യാൻ. ബീഫ് ഗ്രില്ല് റെഡി ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. അടിപൊളിയായിട്ട് വന്നിട്ട് നല്ല ജ്യൂസി ആയിട്ടുണ്ട് സംഭവം. ബീഫ് ഗ്രിൽ സാൻഡ്വിച്ച് നമ്മൾ റെഡിയാക്കാൻ പോവാണ്. മയോണൈസ് തേച്ച് കൊടുക്കണം. ഇത് നമ്മൾ എടുത്തേണ് സാൻഡ്വിച്ച് ബ്രെഡ് എന്ന് പറയുന്നത് നമ്മുടെ കടകളിലെല്ലാം മേടിക്കാൻ കിട്ടും, ബേക്കറികളിൽ ചോദിച്ചാൽ കിട്ടും. ടൊമാറ്റോ ചേർക്കണം. നല്ല സ്ലൈസായിട്ട് കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ബീഫ് ഗ്രില്ല് ഇന്നത്തെ വെച്ച് കൊടുക്കണം. നമ്മുടെ സ്പെഷ്യൽ സോസാണത്. നമ്മൾ ചൈനീസ് ക്യാബേജും കൂടി ചേർക്കണം. നമ്മൾ ഗ്രില്ല് ചെയ്ത് ഓണിയനും കൂടി പൊടിച്ചേർത്ത് കൊടുക്കണം. ലെറ്റൂസ് ഐസ്ബർഗാണ് നമ്മൾ ചേർക്കുന്നത്. ലെറ്റൂസ് ലീഫാണ്. ഓക്കെ, നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്പെഷ്യൽ സോസ് കുറച്ചുകൂടി ചേർക്കാം, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സ്ലോയിൽ വേണം കട്ട് ചെയ്യാൻ. ബീഫ് ഗ്രിൽ സാൻഡ്വിച്ച് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും പരീക്ഷിക്കേണ്ട ഒരു ഡിഷാണ്. സൂപ്പർ ടേസ്റ്റാണ്. എൻ്റെ പേര് ഇത്രയും ടേസ്റ്റ് സാൻഡ്വിച്ച് കഴിച്ചിട്ടില്ല. നമ്മുടെ സ്പെഷ്യൽ സോസ് എന്ന് പറഞ്ഞാൽ ബർഗറിൽ ചേർത്ത സെയിം സോസ് തന്നെയാണ്. ബീഫൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ബീഫ് കുക്ക് ചെയ്യാൻ ഓൾമോസ്റ്റ് 3 hours മിനിമം ഗ്രില്ലിൽ കുക്ക് ചെയ്യണം, എന്നാലും ബീഫ് നന്നായിട്ട് വേവും. അടിപൊളി ഡിഷാണ്. ഓക്കെ, സൂപ്പർ ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.